നമസ്കാരം. റെസ്പോൺസ് കേരളയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് റെസ്പോൺസ് കേരളയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകയായിട്ടുള്ള ആതിര അഗസ്റ്റിനാണ്. സ്വാഗതം ആതിര. നമ്മൾ ഈ കേരളത്തിൽ ഇന്ന് പലപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സ്ത്രീധന പീഡനം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ അടുത്താണ് നമ്മൾ വിഭജികയുടെ കേസ് കണ്ടത്. പിന്നെ കുഞ്ഞിനെ 1.5 വയസ്സുള്ള കുഞ്ഞിനോടൊപ്പമാണ് തൂങ്ങി മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പം നിരന്തരമായി ഇന്നലെയും ഇവിടെ അങ്കമാലിക്കടുത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. അവർ അവസാനം പറഞ്ഞത് ഉമ്മ എൻ്റെ അടിവയറ്റിൽ ചവിട്ടി, എനിക്ക് രക്ഷയില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ വീട്ടുകാർ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ഉത്തരവാദിത്തമാണ്, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്, അവൾ എന്തോ ചെയ്തോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാർ? ഞാൻ അതിനെ പൂർണ്ണമായി നമുക്ക് അങ്ങനെ ഒന്നും ഇത്തരം കേസുകൾ മുഴുവനും സമീപകാലങ്ങളിൽ നിന്നല്ല, ഇതിൻ്റെ ഒരു തുടക്കം മുതൽ നമ്മുടെ സമൂഹം ഇങ്ങനെ മാറി വരുന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അത്രയും കാലം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് മാതാപിതാക്കളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് നമുക്കിതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉൾപ്പെടുന്ന സൊസൈറ്റി മുഴുവനും ഇതിന് ഉത്തരവാദികളാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രശ്നമായിട്ടാണ് നമ്മൾ പലപ്പോഴും അതിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്കെ അങ്ങനെയാണ്. പക്ഷെ അതൊരു കുടുംബത്തിന്റെ മാത്രമല്ല, ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തെ നമ്മൾ നോക്കി കാണേണ്ടത്. അത് ആ കുട്ടി രൂപപ്പെട്ടു വരുന്നതിനെയൊക്കെ സമൂഹം ഒന്നടങ്കം നമ്മൾ ഉത്തരവാദികളാണ്. അത് നമുക്ക് നേരെയാണ് ചൂണ്ടുവരൽ ഉണ്ടാവേണ്ടത്. അത് നമ്മൾ ഒരു കുടുംബത്തിന് നേരെ നമുക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ ഓരോ കുടുംബത്തിനും ഓരോ പശ്ചാത്തലമുണ്ട്. ഇതിപ്പോ ഇത്തരം മരണങ്ങൾ ഒരു റിലീജിയനോ ഒരു കാസ്റ്റോ ഒന്നും ബേസിലല്ല നടക്കുന്നത്. ഇത് ഒരു സ്ത്രീകൾക്കെതിരെയുള്ള, ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ പുരുഷന്റെ കാഴ്ചപ്പാട് എത്രത്തോളം മാറണം എന്നുള്ളതാണ്. കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ, ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു. ഇപ്പം പുതിയ കുട്ടികളൊക്കെ വളരെ വളരെ എന്താ പറയുക, ആൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ കുറേ കൂടി ബോധേഡാണ്. എങ്ങനെ ഭാര്യയെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അതൊരു സംരക്ഷണമല്ല, എങ്ങനെ ഒരു പാർട്ട്ണറെ കൈകാര്യം ചെയ്യണം, എങ്ങനെ രണ്ടുപേരും കൂടി ഒത്തൊരുമിച്ച് പോകണം എന്നുള്ളതിൽ കുറേ കൂടി മുൻകാലത്തേക്കാൾ കുറേ ബോധേഡാണ്. അത് കുറേ മാറ്റമുണ്ട്. അത് ഉള്ളപ്പോൾ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു പരിച്ഛേദനമാണ്. അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊരു പെട്ടെന്ന് മാറാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എടുക്കുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാത്തതിന്റെ കാരണം ഈക്വൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയും. കുടുംബത്തിനുള്ളിൽ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഒരു വലിയ പ്രധാനമാണ്. അത് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഫെമിനിസം ആയിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. പക്ഷെ അത് ഫെമിനിസം അല്ല, അത് ഫെമിനിസമായിട്ടേ കണക്കാക്കണ്ട. കാരണം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഒരു കുടുംബം ഉണ്ടാക്കുന്നു, അത് ഉണ്ടാക്കുകയാണ്, ഉണ്ടാവുകയേ അല്ല. കാരണം നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ചേർന്ന് കഴിയുമ്പോൾ രണ്ടുപേരും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് സക്സസ്ഫുൾ ആവും. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ നമ്മളോട് ബോസ് പെരുമാറുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് പറയുന്ന രീതി തന്നെയാണ് കുടുംബത്തിനുള്ളിലും. അത്രയും കൂടെ സിമ്പിൾ അല്ല, കുറേയും കൂടി മറ്റേത് പ്രൊഫഷണലാണ്, ഇത് കുറേയും കൂടി പേഴ്സണലാണ്. അതാണ് രണ്ട് ആസ്പെക്ട്സ്. അപ്പോൾ പേഴ്സണലായിട്ട് റിലേഷൻഷിപ്പുകളെ കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ സ്ത്രീധനം, അത് നമ്മൾ എല്ലാ കാലത്തും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഇത് നിർത്തലാക്കണം എന്നുള്ളത്. അത് ഇന്നെന്നല്ല, എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്റെ ആഗ്രഹമാണ്. പക്ഷേ പലപ്പോഴും അതെന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും ഇപ്പം ഒരു പുരുഷൻ കല്യാണം കഴിക്കുമ്പോൾ അവനെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് അതിനെ പരമാവധി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴും അവന്റെ സാഹചര്യം വേറെ ആയിരിക്കാം, അവനത് ചിലപ്പോൾ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നവരും ഉണ്ട് കേട്ടോ, അതില്ല എന്ന് പറയുന്നില്ല. ആ സപ്പോർട്ട് പെണ്ണിന്റെ വീട്ടുകാരെ സപ്പോർട്ട് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ആൺകുട്ടികളുണ്ട്. അത് നിർത്തുമ്പോൾ തന്നെ ഇത് തങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ വിവാഹം കഴിച്ചു വിട്ടാൽ പെൺകുട്ടികളുടെ ബാധ്യത തീർന്നു എന്ന് മുൻകാലങ്ങളിലൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ കൂടിയൊക്കെ മാറ്റമുണ്ട്, അതിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ടാകാറുണ്ട് കുടുംബങ്ങളിൽ. പക്ഷെ അവിടെയും വീഴ്ച വരുമ്പോഴാണ് ഇത്തരം സംഭവങ്ങളിലേക്ക്. ഇനിയിപ്പം ഞാൻ പറയാം, ഇപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എൻ്റെ വീടിനൊരു മുറിയുണ്ട്, നിനക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറയുന്നുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് നമുക്കതിന് താല്പര്യം ഉണ്ടാവില്ല.
ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ അത്രയും കാലം ടേക്ക് കെയർ ചെയ്തുകൊണ്ട് വന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് നമ്മൾക്ക് വേണ്ട ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്വർണ്ണമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വാഹനമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വത്തായിട്ടായിരിക്കും, ഭൂസ്വത്തായിട്ടായിരിക്കാം, ഇതൊക്കെ തന്ന് നമ്മളെ ഒരു സേഫ് സോണിൽ എത്തിയെന്ന് ആശ്വസിച്ചിട്ട് അവർക്ക് വേറെയും ചിലപ്പോൾ വേറെ മക്കളുണ്ടാവും, അവരെയും ഇതുപോലെ ടേക്ക് കെയർ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പൊ നമ്മൾ വീണ്ടും അവർക്ക് ഒരു ഭാരമാവുന്നു നമുക്ക് തന്നെയാണ്, പെൺകുട്ടികൾക്ക് തന്നെയാണ് തോന്നുന്നത്. അല്ലാതെ അതില് മാതാപിതാക്കൾ ചിലപ്പം നമുക്ക് അബദ്ധം പറ്റിയാൽ അവർ ചിലപ്പോൾ തിരിച്ച് സ്വീകരിക്കാനൊക്കെ തയ്യാറാവും. പക്ഷെ അപ്പോഴും പെൺകുട്ടികളുടെ ഉള്ളിൽ ഞാൻ എന്തിനാണ് വീണ്ടും അവർ ഇത്രയും എനിക്ക് ചെയ്തു തന്നു, ഇത്രയും വിദ്യാഭ്യാസം, ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ് പലപ്പോഴും ഇത്തരത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം. ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള കുട്ടികളായിരിക്കാം, പക്ഷെ അവിടെയും ഈ ഭയമുണ്ടല്ലോ, ആ ഒരു സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളുടെ ഉള്ളിൽ ഒരു ധൈര്യക്കുറവുണ്ടാവും. അത് നമ്മൾ വളർന്നു വരുന്നത്, അത് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും സ്ത്രീയും പുരുഷനും വളർന്നു വരുന്ന സാഹചര്യം എപ്പോഴും രണ്ടാണ്. ചില കുടുംബങ്ങളിലൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ആർഗ്യൂ ചെയ്യും, അങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ചിലത് നമ്മളെപ്പോഴും ഒരു ഭൂരിപക്ഷമാണല്ലോ എടുക്കുന്നത്. അപ്പം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ എപ്പോഴും സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് എപ്പോഴും ഒരു അച്ഛനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതില്ലാതെ ഒരു സ്ത്രീക്ക് ഒരു പരിധിവരെ നിൽക്കാൻ പറ്റില്ല. പിന്നീട് നിൽക്കും, അതായത് ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാ സ്ത്രീയും സ്ട്രോങ് ആണ്. ഇപ്പം അമ്മയെ കണ്ട, അല്ലെങ്കിൽ എന്റെ വീടിന്റെ തൊട്ടടുത്ത ചേച്ചിയൊക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ എല്ലാവരും സ്ട്രോങ് ആണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ബയോളജിക്കലി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മെന്റലി ഉള്ള പ്രശ്നമായിരിക്കാം, അല്ലെ ഹോർമോൺസിന്റെ ഇതായിരിക്കാം. നമുക്കെപ്പോഴും ഒരു സപ്പോർട്ടിങ് ഫാക്ടർ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. തീർച്ചയായിട്ടും. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ തിരിച്ചു പോകാൻ പലപ്പോഴും തയ്യാറാവില്ല. നമ്മൾ എങ്ങനെയും അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമ്മൾക്ക് അവിടെ വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെ നിന്നാണ് ഈ ആത്മഹത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾക്കൊരു നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ, രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടെങ്കിൽ അവളത് തേടിയിരിക്കും. ചിലപ്പോൾ ചില സുഹൃത്തുക്കളെ വിശ്വസിച്ച് ചെല്ലാൻ പറ്റില്ല. ഇപ്പം ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തുറന്നു പറയുമ്പോൾ ആ സുഹൃത്ത് തിരിച്ചെങ്ങനെ കാണുന്നു എന്നുള്ളത് വലിയ പ്രശ്നമല്ലേ. അത് ഉപയോഗിക്കാൻ ശ്രമിക്കും. അപ്പൊ അതിലേക്ക് പോകാൻ അവർക്ക് തയ്യാറുണ്ടാവില്ല. ഇനിയിപ്പോൾ ഒരു പുറത്തേക്ക് ഈ വിഷയം പറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഈ സൂയിസൈഡ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ആ ഒരു മൊമെന്റ് ആണെന്നാ പറയാ. ആ മൊമെന്റിനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ അതിൽ ഒരു കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു. രാത്രിയാണ് സൂയിസൈഡ് ചെയ്തത്. പക്ഷെ അവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു 7ഓളം പേരെ അവർ ഫോൺ വിളിച്ചിരുന്നു. പക്ഷെ രാത്രി ആയതുകൊണ്ട് അവർക്ക് ആർക്കും ഫോൺ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ അവർ മരിച്ചത് എന്ന് അപ്പോൾ ആശുപത്രിയിലെ ഡോക്ടർമാർ പോലും പറയുന്നുണ്ട്. അതാണ് ആ നിമിഷത്തെ അതിജീവിക്കാനുള്ള ഒരു സപ്പോർട്ട്, അതാണ് വേണ്ടത് അല്ലേ? അതെ, തീർച്ചയായും. ആ ഒരു മൊമെന്റിൽ ഞാൻ ഉൾപ്പെടെ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും എല്ലാവരും ഒരുപോലെ റെസ്പോണ്ട് ചെയ്യില്ല. ചില ആളുകൾ റെസ്പോണ്ട് ചെയ്യും. അത് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നതിന് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും ഒരു പിൻ പോയിന്റിൽ കിട്ടുമോ, നമുക്ക് പിടിച്ചു കയറാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആ പിൻ പോയിന്റ് ചിലപ്പോൾ എല്ലാവരിൽ നിന്നും കിട്ടണമെന്നുമില്ല, കിട്ടിയത് സാറ്റിസ്ഫൈഡ് ആവണമെന്നുമില്ല. അങ്ങനെ പല റീസൺസ് ആണ്. ഒരു ഡെത്തിലേക്ക് ഒരാൾ പോകുന്നു എന്ന് പറയുമ്പോൾ അയാൾ ഒരിക്കലും ജീവിതം അല്ലെങ്കിൽ ജീവിതം വളരെ ഇഷ്ടമാണ് ആളുകൾക്ക്. എല്ലാ ആളുകൾക്കും നന്നായി ജീവിക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ നാളെ മുതൽ ഗോവിന്ദചാമി ഒഴികെ അല്ലെങ്കിൽ അത്തരം ക്രൈം ചെയ്യുന്ന ആളുകൾ ഒഴികെ മറ്റാളുകൾക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം, എനിക്ക് നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്നെ ഒരു ബഹുമാനം, എന്നെ കൺസിഡർ ചെയ്യണം. കൺസിഡറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പരിഗണന എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പരിഗണന കിട്ടാതെ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ. ഇനി വീട്ടുകളിലേക്ക് വരുന്നത്, വീട്ടിലേക്ക് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും എല്ലാ മാതാപിതാക്കളും വിചാരിക്കാൻ എൻ്റെ കുട്ടിയുടെ സ്വഭാവമൊക്കെ എനിക്കറിയാലോ. അപ്പൊ ആദ്യത്തെ പ്രതികരണം അങ്ങനെയാണ്, എൻ്റെ കുട്ടിയുടെ സ്വഭാവമൊക്കെ അറിയാം, അവള് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് അവൻ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു നോർമൽ തോട്ടാണ്. ഒരിക്കലും അവരാരും ചിന്തിക്കില്ല ഈ കുട്ടി മരിക്കും അല്ലെങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മളത് കാണണം. ഇനിയുള്ള ജനറേഷൻ വേണം. നമ്മൾ ഇനിയുള്ള ജനറേഷനിൽ കാണണം. കാരണം ഒരു വ്യക്തിയാണ് അവര്. നമ്മുടെ കുട്ടി എന്നുള്ളത് മാറി.
നമ്മളൊരു ഘട്ടം കഴിഞ്ഞാൽ ആ കുട്ടിയെ വ്യക്തിയായി കാണാൻ പഠിക്കണം. അത് ചെറിയ പ്രായം മുതൽ ഒരു ടീനേജിലേക്ക് ഒരു കുട്ടി കടക്കുമ്പോൾ തന്നെ, അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് വ്യക്തിയായിട്ട് കാണാത്തത് കൊണ്ടാണ്. ഫോറിൻ കൺട്രീസിൽ വ്യക്തിയാണ്, ആ വ്യക്തി എന്ന് പറയുന്ന അവരുടെ ഫെസിലിറ്റീസും അങ്ങനെയാണ്. നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അതായതുകൊണ്ട് നമ്മുടെ പോപ്പുലേഷനും ഒക്കെ ആ തരത്തിലൊന്നും നമുക്ക് ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഫെസിലിറ്റീസ് ഉള്ള ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. മെന്റലി എങ്കിലും നമുക്കത് ചിന്തിക്കാം. ഫിസിക്കലി നമുക്ക് ഫിനാൻഷ്യലി ഒക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി, അതായത് ഒരു വ്യക്തിയാണെന്നുള്ള പരിഗണന അപ്പൊ തന്നെ മാറി. അയാളുടെ ചിന്ത വേറെയാണ്. ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല. എൻ്റെ മകളായിരിക്കാം, എൻ്റെ മകനായിരിക്കാം, പക്ഷെ എൻ്റെ ചിന്ത തന്നെ ആയിരിക്കണം ആ കുട്ടിയിൽ ഉണ്ടാവുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് തെറ്റ്. ഞാൻ വളർത്തിയ കുട്ടിയല്ലേ, ഞാൻ അങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ മൈൻഡാണ്, അവര് വേറെ വ്യക്തിയാണ്. അവിടെയാണ് ഈ പാളിച്ചു വരുന്നത്. അപ്പം ആ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ആത്മഹത്യകളെ നമുക്ക് ഒരു പരിധിവരെ ചെറുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, അതായത് ഈ ഡിവോഴ്സ് കേസുകൾ ഇപ്പം പലപ്പോഴും നമ്മൾ ക്യാമ്പയിൻ നടത്താറുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ധൈര്യമായി ഇറങ്ങിപ്പോരൂ, ഡിവോഴ്സ് ചെയ്യുക, ഡിവോഴ്സിങ് നല്ലൊരു ഓപ്ഷനാണ് എന്നൊക്കെ പറയും. ഡിവോഴ്സ് ഈ കൂട്ടായ്മകളുണ്ട് കേരളത്തിൽ, ഒരുപാട് സ്ത്രീകളുടെ തന്നെ കൂട്ടായ്മകളൊക്കെ ഉണ്ട്, പുരുഷന്മാരുടെയും കൂട്ടായ്മ ഉണ്ടാവാം. എങ്കിൽ പോലും ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന ആളുകളെ പലപ്പോഴും അവരൊരു ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സമൂഹം നോക്കിക്കാണുന്നത് അവരെ ഒരു ഡിവോഴ്സ് ചെയ്ത ആളാണ്, അവരെന്തോ മോശക്കാരാണ്, അല്ലെങ്കിൽ അവരെ ഒരു അരികുവൽക്കരിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒരേ സമയം നല്ലത് പറയുകയും അവൾ എന്തിനാ മരിച്ചത്, അവൾക്ക് ഇറങ്ങി പോന്നുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നേരെ തിരിച്ചും പറയുന്ന ആ സൊസൈറ്റിയുടെ ആ സ്വഭാവം അത് മാറേണ്ടതല്ലേ? അത് മാറേണ്ടതാണ്. അതെ, നമ്മൾ നിരന്തരം അത് തന്നെയാണ് പറയുന്നത്, മാറണം. കുറച്ചൊക്കെ മാറുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും പ്രാർത്ഥന അറിയോ, ഒരു വീട് കിട്ടില്ല ഡിവോഴ്സിക്ക്. ഒരു വാടകയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്ന്. വേറെ അല്ലാതെ ഇപ്പോൾ ഒരു സിംഗിളായിട്ടുള്ള ആളുകൾക്കും വീട് കിട്ടാൻ പ്രയാസമാണ്. എന്നാലും ഒരു ഫാമിലി ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ചെയ്യാണെന്ന് പറഞ്ഞാൽ ഒരു വാടകയ്ക്ക് ഒരു വീട് കിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ആ ഒരു കുട്ടി സിംഗിൾ പേരന്റ് ആണെങ്കിൽ അവർക്ക് വീട് കിട്ടില്ല, ഉടനെ ചോദിക്കും ഹസ്ബൻഡ് എവിടെ. പിന്നെ അതിന്റെ ഫുൾ ഹിസ്റ്ററി വിശദീകരിച്ച് കഴിയുമ്പോൾ പിന്നെ അതിന്റെ ശല്യം വേറെ ഉണ്ടാവും. അതുകൊണ്ട് ആരും അത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കില്ല. പലപ്പോഴും അതിനെ മൂടി വയ്ക്കപ്പെട്ട് പോകുന്നവരാണ്. ഓപ്പൺ ആയിട്ട് പറയുന്ന ശതമാനം ആണ് ഞാൻ പറയുന്നത്, ശതമാനം കുറവായിരിക്കും. ഈ പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ധൈര്യമായി പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ എങ്കിലും അതിനകത്ത് ശതമാനം കൺസിഡർ ചെയ്യുമ്പോൾ അത് കുറവായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഡിവോഴ്സ് ഒരു വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഒരു ബന്ധത്തിൽ നിലനിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ള. അതിന് ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ റിലേഷൻഷിപ്പുകളിലും ആ മര്യാദ രണ്ടു കൂട്ടരും പാലിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം എപ്പോഴും നമ്മൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ, സ്ത്രീകൾ ഒരിക്കലും ഈ ഡിവോഴ്സ് പെറ്റീഷനുകൾ എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും പുരുഷന്മാരാണ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുക. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നിയമപരമായിട്ട് നോക്കിയാൽ അതാണ് സ്ത്രീക്ക് സൗകര്യം, അപ്പൊ സ്ത്രീ വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂടുതലും ഉണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് സ്ത്രീ ഒരു പുരുഷനെ വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇപ്പൊ കൂടി വരുന്നുണ്ട്. കാരണം എനിക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്ന് പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് മുൻകാലത്തെക്കാളും. പക്ഷെ അത്രമാത്രം ഡിവോഴ്സ് കേസുകളാണ് കേരളത്തിലുള്ളത്. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസ് കോട്ടയം ജില്ലയിലായിരുന്നു. അപ്പം അത് അങ്ങനെയാണ് എൻ്റെ കണക്കിൻ്റെ ഓർമ്മ. അപ്പം ഈ ഡിവോഴ്സ് കേസുകൾ വർദ്ധിക്കുന്നത് ഒരു കണക്കിൽ നമുക്ക് ആശ്വാസമാണ്. ഈ മരണങ്ങൾ നടക്കുമ്പോഴും തൊട്ടപ്പുറത്ത് ഇതുപോലെ ഡിവോഴ്സ് കേസുകൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അത് വലിയൊരു നമ്പറാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ മരണങ്ങൾ കുറവാണ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അവയർനെസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അപ്പോഴും അത് പൂർണ്ണമല്ല എന്നുള്ളതാണ്. കണക്കിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമാവുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം മരണങ്ങൾ ഉണ്ടാകുന്നത്. അത് പെൺകുട്ടികൾക്ക് ധൈര്യം വരുന്നില്ല. പാർത്ഥൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു പെൺകുട്ടിയാണ് അതിനകത്ത് ധൈര്യം എടുക്കേണ്ടത്. കാരണം ഉറപ്പാണ് മുഴുവൻ ചൂണ്ടുവരലും നമ്മുടെ നേരേക്കായിരിക്കും. ഇനി എത്ര മോശം പുരുഷനാണെന്ന് പറഞ്ഞാൽ പോലും അതിൽ നിന്ന് കടന്നു വന്ന് ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് ജീവിക്കാൻ ഇന്നും കേരളത്തിൻ്റെ സംവിധാനത്തിൽ വളരെ പ്രയാസമാണ്. അത് എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റി ആണെങ്കിലും, നോർമൽ ആണെങ്കിലും, ഏറ്റവും താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും ഒക്കെ ഈ പ്രയാസങ്ങളിലൂടെ തന്നെയായിരിക്കും ഒരു സ്ത്രീ കടന്നു പോവുക. അതിനെ മാറ്റി വെക്കാനേ പറ്റില്ല. ഇനി അതേപോലെ തന്നെയാണ് ഒരു കുട്ടി കല്യാണം കഴിക്കാതിരുന്നാലും
ഇതെല്ലാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതും ചോദ്യം ചെയ്യപ്പെടും. അതും ചോദ്യം ചെയ്യപ്പെടും. എന്തിനാണ് പെൺകുട്ടി കല്യാണം കഴിക്കാതെ ഇത്രയും നാൾ നിൽക്കുന്നത്? ഒരു പ്രായം കഴിഞ്ഞാൽ ചോദ്യങ്ങൾ തുടങ്ങി. ഗർഭിണിയാകാതിരുന്നവരെ ചോദ്യം ചോദിക്കുന്നത് ഗർഭിണിയാകാതിരുന്ന വലിയ പ്രശ്നമാണ്. അത് വേറെ തന്നെ മാനസികാവസ്ഥ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുട്ടികൾ ഉണ്ടാവാതെ അവരനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ. അത് നമുക്ക് കണ്ടിരിക്കാൻ പോലും പറ്റില്ല, അവർക്ക് മറുപടി പറയാൻ പറ്റില്ല. മുൻകാലങ്ങളെക്കാൾ ഈ പറഞ്ഞ പോലെ ചിലർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബത്തിനുള്ളിൽ ഉണ്ടാവും. പൊതുസമൂഹത്തിനെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മാറ്റി നിർത്താം, പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു കുടുംബത്തിലാണല്ലോ. ആ കുടുംബം എന്ന വ്യവസ്ഥയിൽ പോലും നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മൾ മാറേണ്ടതാണ്. നമ്മൾ സമൂഹത്തെ കുറ്റം പറയുമ്പോഴും നമ്മുടെ കുടുംബത്തിനുള്ളിൽ നിന്ന് ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിനെയൊക്കെ ചെറുക്കാൻ കഴിയും. പിന്നെ ചിലർ എന്ത് ചെയ്താലും മാറില്ല. അപ്പം നമ്മളെ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെ ഒഴിവാക്കി കളയുക എന്നുള്ളതേ ഉള്ളൂ. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത്. അപ്പോൾ പെൺകുട്ടികൾ ധൈര്യസമയം, അതായത് നമ്മളേക്കൊന്ന് സ്കൂൾ തലം മുതൽ ഇതിനൊരു അവയർനെസ് കൊടുത്ത് തന്നെ കൊണ്ടുവരണം കുട്ടികളെ. അത് കുടുംബത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഒരുപോലെ എങ്ങനെയാണ് ഒരു പെൺകുട്ടി വളരുന്നത്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആൺകുട്ടികളെ. ഞാൻ പറയുന്നത് എപ്പോഴും പെൺകുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നതിനോടൊപ്പം ആൺകുട്ടികൾക്കും ക്ലാസ് കൊടുക്കണം എന്നാണ് പറയുക. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഒരു പെൺകുട്ടിയെ നിങ്ങൾ നോക്കിക്കാണേണ്ടത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആൺകുട്ടി അങ്ങനെയാണ് വളർത്തേണ്ടത്. ഒരു ആൺകുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പെൺകുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം, പക്ഷെ ആൺകുട്ടിയെ വളർത്തുന്നതിനെ കുറിച്ചും കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ മാത്രമേ ഈ പറയുന്ന കൂടെ ഇരിക്കുന്നത് ഒരു കാമുകിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഭാരതത്തിന് ഇത്രയും വയസ്സായില്ലേ, എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നോ? ഒരു കാമുകിയെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്ന് പറഞ്ഞു തന്നോ? പറഞ്ഞു തരില്ല. ആ പ്രണയത്തിന് എങ്ങനെ റിലേഷൻഷിപ്പ് കൈകാര്യം ചെയ്തു പോകണം എന്ന് ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്നില്ല. അത്തരത്തിലൊരു അത് ക്ലാസ് എടുത്ത് മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ടിപ്പിക്കൽ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരണം എന്നല്ല. പക്ഷെ അത് നമ്മൾ സമൂഹത്തിൽ നിന്ന് ആർജവത്തോടെ അത് നമ്മൾ ഗ്രാജുവലി അത് ഉണ്ടാകണം നമ്മളുള്ളിൽ. അതിനുള്ള പരിശ്രമവും ഒക്കെ ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. സമൂഹം ഉണരട്ടെ, അത്രമാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഒരുപാട് നന്ദി. ഓക്കെ.